തകർന്നു കിടന്ന നാടിന്റെ ഭരണ സാരഥ്യമാണ് 2016 ജനങ്ങൾ ഇടതുമുന്നണിയെ ഏൽപ്പിച്ചതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കാസർഗോഡ് കാലിക്കടവിൽ സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. കേരളത്തെ തകർക്കുക എന്നതാണ് കേന്ദ്ര മനോഭാവമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ഏതു പ്രതിസന്ധിയും അഭിമുഖീകരിച്ച് കേരളം മുന്നോട്ട് പോകുമെന്നും നടക്കില്ലെന്ന് കരുതിയ പല വികസന കാര്യങ്ങളും നടപ്പാക്കി വരികയാണെന്നും സർക്കാരിന്റെ 4ാം വാർഷികാഘോഷവും എന്റെ കേരളം പ്രദർശന വിപണന മേളയും ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ദേശീയപാത വികസനം, ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി, സിറ്റി ഗ്യാസ് പദ്ധതി, മലയോര തീരദേശ ഹൈവേ നിർമ്മാണങ്ങൾ, ജലപാത ഒരുക്കങ്ങൾ, കാർഷിക രംഗത്ത് കൈവരിച്ച അഭിവൃദ്ധി തുടങ്ങിയവ മുഖ്യമന്ത്രി വികസന നേട്ടങ്ങളായി എടുത്തു പറഞ്ഞു. കേരളം ഏത് രീതിയിലാണ് മാറാൻ പോകുന്നത്? നമ്മുടെ നാടിന്റെ മാറ്റം ആരെയും കൊതിപ്പിക്കുന്ന പ്രകൃതി ഭംഗിയുള്ള നാടാണ് കേരളം. എന്നാൽ അതിനോടൊപ്പം പശ്ചാത്തല സൗകര്യം വലിയ തോതിൽ വികസിക്കുന്ന നിലവന്നിരിക്കുന്നു. കേരളം തകരട്ടെ എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ മനോഭാവം. കേരളത്തിന്റെ താൽപര്യം ഉയർത്തിപ്പിടിക്കേണ്ട പ്രതിപക്ഷം കേന്ദ്രത്തിനൊപ്പം നിൽക്കുകയാണെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. കേന്ദ്ര ഗവൺമെന്റ് ഇങ്ങനെയൊരു നിലപാടെടുക്കുമ്പോൾ കേരളത്തിന്റെ താല്പര്യം മുൻനിർത്തിക്കൊണ്ട് അതിനെ എതിർക്കാൻ ബാധ്യതപ്പെട്ടവരാണ് കേരളത്തിലെ പ്രതിപക്ഷം. നിർഭാഗ്യവശാൽ കേന്ദ്രത്തിനോടൊപ്പം നിന്ന് ഇടതുപക്ഷ വിരോധവും LDF വിരോധവും വെച്ചുകൊണ്ട് നിലപാടെടുക്കുന്ന കാഴ്ചയാണ് നാം കണ്ടത്. കാലിക്കടവിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിന് ശേഷം ബേക്കൽ ക്ലബിൽ വെച്ച് ക്ഷണിക്കപ്പെട്ട സദസ്സിൽ 500ഓളം പേരുമായി മുഖ്യമന്ത്രി മുഖാമുഖം നടത്തി. അമൃത ന്യൂസ്, കാസർഗോഡ്.